ഭീകരതയ്ക്കെതിരെ ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കാൻ വിദേശ രാജ്യങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ അയക്കുന്ന സർവകക്ഷി സംഘത്തിലേക്ക് കോൺഗ്രസ് നേതാവും പ്രമുഖ പ്രഭാഷകനും അന്താരാഷ്ട്ര വിദഗ്ധനുമായ ശശി തരൂരിന്റെ പേര് തഴഞ്ഞ് കോൺഗ്രസ്. ശശി തരൂർ ഒഴികെ 4 പേരുടെ പട്ടികയാണ് കോൺഗ്രസ് ഇക്കാര്യത്തിനായി കേന്ദ്ര സർക്കാരിന് നൽകിയത്. എന്നാൽ ഈ പട്ടിക പൂർണ്ണമായും തള്ളിയ കേന്ദ്ര സർക്കാർ ശശി തരൂരിനെ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇതിൽ അഭിമാനമുണ്ട് എന്നാണ് ശശി തരൂർ പ്രതികരിച്ചത്. ഭീകരതയ്ക്കെതിരെ ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കാനും പാകിസ്ഥാനെ തുറന്നു കാണിക്കാനുമായി 7 പ്രതിനിധി സംഘങ്ങളെയാണ് കേന്ദ്ര സർക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്നത്. ഇതിൽ ആദ്യ സംഘത്തെ നയിക്കുന്നത് ശശി തരൂരാണ്. പ്രതിനിധി സംഘങ്ങളെ നയിക്കുന്നവരുടെ പട്ടിക കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി പുറത്തിറക്കിയതിന് പിന്നാലെയാണ് തരൂരിന്റെ പേര് കോൺഗ്രസ് നിർദ്ദേശിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി ജയറാം രമേശ് എക്സിൽ പോസ്റ്റിട്ടത്. കോൺഗ്രസിന്റെ പട്ടികയും ജയറാം രമേശ് പുറത്തുവിട്ടു. ആനന്ദ് ശർമ്മ, ഗൗരവ് ഗൊഗോയി, സയ്യിദ് നസീർ ഹുസൈൻ, രാജ്ബ്രാർ എന്നിവരുടെ പേരുകളാണ് കേന്ദ്ര സർക്കാരിന് കോൺഗ്രസ് നൽകിയത്. എന്നാൽ തരൂരിനെ തഴഞ്ഞ കോൺഗ്രസ് നടപടി കേന്ദ്ര സർക്കാർ തള്ളി. തുടർന്ന് കേന്ദ്ര സർക്കാർ തരൂരിനെ പ്രതിനിധി സംഘത്തെ നയിക്കാൻ നിയോഗിക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാർ നടപടി ബഹുമതിയായി കാണുന്നുവെന്ന് ശശി തരൂർ പറഞ്ഞു. രാഷ്ട്രീയത്തിനപ്പുറം ദേശീയ ഐക്യത്തിന്റെ ശക്തമായ പ്രതിഫലനമാണ് പ്രതിനിധി സംഘമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. രവിശങ്കർ പ്രസാദ്, സഞ്ജയ് കുമാർ ധാ, ബൈജയന്ത് പാണ്ഡെ, കനിമൊഴി കരുണാനിധി, സുപ്രിയ സുലെ, ശ്രീകാന്ത് ഏകനാഥ് ഷിൻഡെ എന്നിവരാണ് പ്രതിനിധി സംഘങ്ങളെ നയിക്കുന്ന മറ്റ് നേതാക്കൾ. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.